നടക്കുന്നിടത്തൊന്ന് പോയാലോ? അത് അവിടെ ഇപ്പൊ ഒരു കുരിശല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് ആ സംഭവം റിയലായി ഷൂട്ട് ചെയ്താലോന്ന് തോന്നുന്നു. റിയലായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് അത്രയും വലിയ ക്രൗഡിനെ സംഘടിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. വേറൊരു ഐഡിയ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കൂനൻ കുരിശ് സത്യത്തിന്റെ ചിത്രം. ഈ സംഭവത്തെ പറ്റിയുള്ള ആദ്യത്തെ പോർട്രേറ്റ് ഇതായിരിക്കും അർക്കദിയാക്കോൻ. അതെ, തോമസ് അർക്കദിയാക്കോൻ. അന്ന് അവിടെ നടത്തിയ പ്രൊക്ലമേഷൻ എന്താണെന്ന് അറിയോ? ഇനി ഞങ്ങളും ഞങ്ങളുടെ തലമുറയും റോമാനുഗത്തെ അംഗീകരിക്കില്ല എന്ന പ്രതിജ്ഞയാണ് അവിടെ നടന്നത്. അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായില്ലേ? പിന്നെ അതിനുശേഷം മലങ്കരൻ നസ്രാണികൾ ആലങ്കോട്ട് പള്ളിയിൽ ഒത്തുചേർന്ന് തോമസ് അർക്കദിയാക്കോനെ മാർത്തോമ ഒന്നാമൻ എന്നുള്ള പേരിൽ മെത്രാനായി വാഴിച്ചു. അതിനുശേഷം ഇവിടെ അർക്കദിയാക്കന്മാരുണ്ടായിട്ടില്ലേ? തോമസ് അർക്കദിയാക്കോനാണല്ലോ മാർത്തോമ ഒന്നാമനായി വാഴിക്കപ്പെട്ടത്. അതിനുശേഷം മലങ്കരൻ നസ്രാണികളുടെ തലവൻ മാർത്തോമ എന്നാണ് അറിയപ്പെട്ടത്. അത് എത്ര കാലം തുടർന്നു? 1653 മുതൽ 1815 വരെ മാർത്തോമ ഒന്നാമൻ മുതൽ മാർത്തോമ എട്ടാമൻ വരെയുള്ളവരുടെ ഭരണകാലഘട്ടമായിരുന്നു. മലങ്കര സഭയുടെ വളർച്ചയുടെ മറ്റൊരു ഘട്ടമായിരുന്നു അത്. കാരണം അർക്കദിയാക്കന്മാർ ഭരണകർത്താക്കളായിരുന്നെങ്കിലും മാർത്തോമമാർക്ക് ഭരണത്തോടൊപ്പം ആത്മീയ ശുശ്രൂഷകൾക്കുള്ള അധികാരവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പട്ടംകൊട, പള്ളികൂദാശ, അങ്ങനെ അങ്ങനെ. മോളെന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഈ ചാപ്പലിന്റെ ഒക്കെ ചില ചിത്രങ്ങൾ എടുക്കുമായിരുന്നു. നാലുകെട്ടിനകമൊക്കെ കയറി കണ്ടായിരുന്നോ? ഇല്ല. വാ, ഞാൻ കാണിച്ചു തരാം. ആയിരത്തി 1814 ഈ സെമിനാരി സ്ഥാപിക്കുന്നത്. സഭയ്ക്ക് പൊതുവായി ഒരു സെമിനാരി വിഭാവനം ചെയ്തതും പിന്നെ ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തതുമെല്ലാം കുന്നംകുളത്തെ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാനാണ്. ഇദ്ദേഹമാണ് പിന്നീട് ജോസഫ് മാർ ദിവന്നാസ്യോസ് ഒന്നാമൻ എന്ന പേരിൽ മലങ്കര മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടത്. അത് സഭയുടെ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ആദ്യം അർക്കദിയാക്കോൻ, പിന്നീട് മാർത്തോമ, അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കാലം മുതൽ സഭാ തലവന്മാർ അറിയപ്പെട്ടത് മലങ്കര മെത്രാപ്പോലിത്ത എന്നായിരുന്നു. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണം ഇവിടെ വേരോടി തുടങ്ങിയിരുന്നു. അവരോടൊപ്പം വന്ന മിഷണറിമാർ ഇവിടെ പല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ മുറിയിൽ വെച്ചാണ് കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത്. പിന്നീട് ബൈബിൾ പരിഭാഷ, പുസ്തകങ്ങളുടെ അച്ചടി, അത്തരത്തിലുള്ള മിക്ക പ്രവർത്തനങ്ങളും ഇവിടം കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. 1816 പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തു. തുടർന്ന് പുന്നത്ര മാർ ദിവന്നാസ്യോസ് തിരുമേനിയും അദ്ദേഹത്തിന് ശേഷം ചേപ്പാട് മാർ ദിവന്നാസ്യോസ് തിരുമേനിയും മലങ്കര മെത്രാപ്പോലിത്തമാരായി. ബ്രിട്ടീഷ് മിഷണറിമാർ സഭാകാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ലേ? തുടക്കത്തിൽ അവർക്ക് മിഷണറി പ്രവർത്തനങ്ങളായിരുന്നു ശ്രദ്ധ. പക്ഷെ പിന്നീട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനും സഭയുടെ ചില അടിസ്ഥാന വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പഠിപ്പിക്കാനും തുടങ്ങി. ഈ അവസരത്തിൽ മാവേലിക്കരയിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി. മിഷണറിമാരുടെ നവീകരണ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു. അതാണ് മാവേലിക്കര പടിയോല. തുടർന്ന് 1840 കൊച്ചി പഞ്ചായത്ത് എന്ന ഉടമ്പടിയിലൂടെ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഒരു ചെറുവിഭാഗം മലങ്കര സഭയിൽ നിന്നും പിരിഞ്ഞുപോയി. അന്ന് പിരിഞ്ഞുപോയ
ആ വിഭാഗവും ചേർന്നാണ് പിൽക്കാലത്ത് CSI സഭയുണ്ടായത്. അതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചോ? തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് തോന്നിയെങ്കിലും ശരിക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. മിഷണറിമാർ സഭ വിട്ടുപോയെങ്കിലും അവർ പഠിപ്പിച്ച നവീകരണ ആശയങ്ങൾ ശരിയല്ലേ എന്നൊരു സംശയം നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർക്കൊക്കെ തോന്നി. ഈ കൂട്ടർക്ക് നേതൃത്വം നൽകിയത് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനും അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ മാത്യൂസ് മാർ അത്താനാസ്യോസുമായിരുന്നു. എന്നാൽ നവീകരണ ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച മലങ്കര നസ്രാണികൾ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് മലങ്കര മെത്രാപ്പോലീത്തയുടെ കീഴിൽ ഉറച്ചു നിന്നു. നവീകരണ ആശയത്തെ അനുകൂലിച്ചവർ 1889 റോയൽ കോടതി വിധിയോടുകൂടി മലങ്കര സഭയിൽ നിന്നും വേർപിരിയുകയും പിൽക്കാലത്ത് മാർത്തോമാ സഭ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. നവീകരണ വിഷയം പരിഹരിക്കുന്നതിന് മറ്റാരെങ്കിലും നമ്മെ സഹായിച്ചിരുന്നോ? ഉവ്വ്, നവീകരണക്കാരുമായുള്ള നമ്മുടെ ഭിന്നതയിൽ സഭയുടെ വിഭാഗീയത പരിഹരിക്കുന്നതിന് അന്ത്യോക്യയിലെ പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസിന്റെ സഹായം നമുക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് 1876 പുലിക്കോട്ടിൽ തിരുമേനിയുടെ സഹകരണത്തോടെ മലങ്കര അസോസിയേഷൻ വിളിച്ചുകൂട്ടി. അതിൽ വെച്ച് മലങ്കര സഭ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ചു. 6 മെത്രാപ്പോലിത്തമാരെ വാഴിച്ചു. അതിലൊരാളാണ് പരിശുദ്ധ പരിമല തിരുമേനി. നമ്മുടെ സഭയോട് പാത്രിയാർക്കീസ് ഇത്ര സ്നേഹം കാണിക്കാൻ എന്താ കാരണം? അതല്ലേ രസം. ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോഴും മലങ്കര സഭയെ തന്റെ അധീനതയിലാക്കിയെന്ന ഗൂഢലക്ഷ്യവും പാത്രിയാർക്കീസിനുണ്ടായിരുന്നു. ഇതിനിടയിൽ 1930 നമ്മുടെ മെത്രാപ്പോലിത്ത മാർ ഈവാനിയോസിന്റെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി റോമാ സഭയിൽ ചേർന്നു. അവരാണ് ഇന്നത്തെ മലങ്കര കത്തോലിക്ക അഥവാ റീത്ത് സഭ. ഇത് സഭയുടെ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ്. ഇതാരുപയോഗിച്ച കുരിശ? ഇത് പരിമല തിരുമേനി ഉപയോഗിച്ച കുരിശ. ഞാൻ നാളെ പരിമലയ്ക്ക് പോകുന്നുണ്ട്. ആനും വരുന്നെങ്കിൽ പോരെ, നമുക്ക് ഒരുമിച്ച് പോവാം. പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി സഭയെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹമാണല്ലോ വൈദിക പരിശീലനത്തിനു വേണ്ടി ഈ സെമിനാരി സ്ഥാപിച്ചത്. പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അവരാണല്ലോ പിൽക്കാലത്ത് സഭയുടെ പരിശുദ്ധന്മാരായി തീർന്നത്. പരിമല പണ്ട് മുതൽ ഇതുപോലെ പ്രസിദ്ധമായിരുന്നു. ഹേയ്, പണ്ട് ഇവിടെ കാടും മലയും ഒക്കെ ആയിരുന്നു. പിന്നെ പരിമല തിരുമേനിയുടെ കാലം മുതൽ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനയും നിമിത്തം അനേകായിരങ്ങൾ ഇവിടേക്ക് വരാൻ തുടങ്ങി. അതുമാത്രമല്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി. ആ വിശുദ്ധിയിലേക്കുള്ള പ്രയാണമാണ് ഇപ്പോഴും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നത്.
ആൻ എന്താ ചിന്തിക്കുന്നത്? തന്റെ സംശയമൊക്കെ തീർന്നോ? പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിക്ക് ശേഷം ആരാ മലങ്കര മെത്രാപ്പോലിത്തയായത്? അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന വട്ടശ്ശേരി തിരുമേനിയായിരുന്നു അടുത്ത മലങ്കര മെത്രാപ്പോലിത്ത. വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹവും സഭയെ നയിച്ചത്. തന്റെ വല്യപ്പച്ചൻ സെമിനാറിൽ പോയത് വട്ടശ്ശേരി തിരുമേനിയെ കാണാനും ഡയറി കൊടുക്കാനുമാണെന്നല്ലേ ഇതിൽ എഴുതിയിരിക്കുന്നത്? എനിക്കറിയേണ്ടത് വല്യപ്പച്ചൻ ഇവിടുന്ന് പോയതിന്റെ കാരണം എന്താന്നാ. അതറിയണമെങ്കിൽ ആ മിസ്സിംഗ് ഡയറി കണ്ടെടുക്കണം. നമുക്കിത് ശമൂലച്ചനെ കാണിച്ചാലോ? വാ. ഡയറി മുഴുവൻ ഞാൻ വായിച്ചു. അന്നത്തെ സഭയുടെ സാഹചര്യത്തിൽ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിന്ന ആളായിരിക്കണം ആന്റെ വല്യപ്പച്ചൻ. അദ്ദേഹം ഇവിടുന്ന് നാടുവിട്ടു പോയത് എന്തിനായിരിക്കും? ഒരുപക്ഷെ അതിന്റെ കാരണങ്ങളായിരിക്കാം ആ ഡയറിക്കുള്ളിൽ. വട്ടശ്ശേരി തിരുമേനിയുടെ കാലത്ത് സഭയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? നവീകരണ വിഷയത്തിൽ സന്ധി സംഭാഷണത്തിന് വന്ന പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസ് ബാവ ഇവിടുത്തെ അധികാരത്തിൽ കണ്ണുവച്ചാണല്ലോ മടങ്ങിപ്പോയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി അബ്ദുള്ള പാത്രിയാർക്കീസ് മലങ്കരയിലെത്തി. പാത്രിയാർക്കീസിന്റെ അധികാരം മലങ്കരയിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അധികാര സ്ഥാപനത്തിനായി ഒരു ഉടമ്പടി ഒപ്പിട്ട് നൽകാൻ പാത്രിയാർക്കീസ് വട്ടശ്ശേരി തിരുമേനിയോട് ആവശ്യപ്പെട്ടു. സഭാസ്നേഹിയായ വട്ടശ്ശേരി തിരുമേനി സഭയുടെ സ്വാതന്ത്ര്യം അടിയറവ് വയ്ക്കാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പാത്രിയാർക്കീസ് അദ്ദേഹത്തെ മുടക്കിയതായി അറിയിച്ചു. അകാരണമായ ഈ മുടക്ക് സഭാമക്കൾക്കിടയിൽ വലിയ കോളിളക്കമുണ്ടാക്കി. എന്നാൽ വട്ടശ്ശേരി തിരുമേനിയുമായി പിണക്കത്തിലായിരുന്ന കൂട്ട് ട്രസ്റ്റികൾ പാത്രിയാർക്കീസിനെ അനുകൂലിച്ചു. ഒരു ചെറുവിഭാഗം അവരോടൊപ്പം നിന്നു. അങ്ങനെ ഒന്നായി നിന്ന സഭാമക്കളെ രണ്ട് തട്ടാക്കി തിരിച്ചിട്ട് പാത്രിയാർക്കീസ് മടങ്ങിപ്പോയി. ഈ വിഷയത്തിൽ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പമായിരിക്കും ആനിന്റെ വല്യപ്പച്ചൻ നിന്നത്. അതായിരിക്കാം. പക്ഷെ ആ ഡയറി അതൊരു പക്ഷേ ആർക്കേസിൽ കാണാൻ സാധ്യതയുണ്ട്. ആൻ, ഇതായിരിക്കോ? ഇവിടെ എങ്ങും കാണാത്ത സ്ഥിതിക്ക് ഇനി അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവോ? അത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ കാലത്ത് ദേവലോക അരമന പണിതപ്പോ ഇവിടുന്ന് കുറച്ച് പുസ്തകങ്ങൾ അവിടുത്തെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അതിൽ കാണാൻ സാധ്യതയുണ്ട്. അച്ഛാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഗുഡ് മോർണിംഗ് ഫാദർ. ഇതാണ് ദേവലോക അരമന. പരിശുദ്ധ ബാവ തിരുമേനി താമസിക്കുന്ന ഇവിടെയാ. മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് കാതോലിക്ക എന്നൊരു സ്ഥാനം കൂടി ലഭിക്കുന്നത് എന്നു മുതലാ? വട്ടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയാർക്കീസ് മുടക്കിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഈ വിവരം അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അബ്ദേദ് മഷിയ പാത്രിയാർക്കീസ് അറിഞ്ഞു. നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയ അദ്ദേഹം 1912 സെപ്റ്റംബർ 15-ാം തീയതി
നേരണം വലിയ പള്ളിയിൽ വെച്ച് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയെ പൗരസ്ത്യ കാതോലിക്കയായി വാഴിച്ചു. നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ശീർഷകത്തിന്റെയും പ്രതീകമായിരുന്നു ആ കാതോലിക്കേറ്റ് സ്ഥാപനം. ഇത് സഭയെ നയിച്ചിട്ടുള്ള കാതോലിക്ക ബാവമാരുടെ കബറിടങ്ങളാണ്. കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ സഭയുടെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ കാതോലിക്കേറ്റ് സ്ഥാപനം. സഭയുടെ ആരംഭത്തിൽ അർക്കദിയാക്കോന്മാർ, പിന്നീട് മാർത്തോമമാർ, അതിനുശേഷം മലങ്കര മെത്രാപ്പൊലീത്ത എന്നിങ്ങനെയാണല്ലോ സഭയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത്. ഒരു പുതിയ ഘട്ടത്തിൽ സഭാതലവന് കാതോലിക്കുന്ന സ്ഥാനപ്പേര് ലഭിക്കുകയായിരുന്നു. പിന്നീട് മലങ്കര മെത്രാപ്പൊലീത്തമാർ ഉണ്ടായിട്ടില്ലേ? ദേ നോക്കിയേ, 1934 വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്യുന്നതുവരെ അദ്ദേഹമായിരുന്നു മലങ്കര മെത്രാപ്പൊലീത്ത. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ബെസോലിയോസ് പൗലോസ് പ്രഥമൻ ബാവ, പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ എന്നിവർ കാതോലിക്കമാരായി. ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ കാലത്ത് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായി. പിന്നീട് ഔഗിയൻ പ്രഥമൻ ബാവ, മാത്യൂസ് പ്രഥമൻ ബാവ, മാത്യൂസ് ദ്വിതീയൻ ബാവ, ദിദിമോസ് പ്രഥമൻ ബാവ എന്നിവർ സഭയെ നയിച്ചു. 2010